Good morning students, welcome back to our class. This is our second class in Financial Accounting Introduction. In last class we discussed about accounting, features, objectives, functions, advantages and disadvantages of accounting. I hope you all went through the class and prepared notes. Now we are dealing with basic terms in accounting. There are few basic terms which is associated with accounting. So we will discuss those basic terms and bookkeeping accounting. These terms we'll discuss in this class. So we'll move to the class. First basic term is business transaction. It is a dealing or an event which has an impact on business. A transaction results in an exchange of value. So business transaction is a dealing or an event which has an impact on business. So transactions only which have an impact on business will be termed as business transaction. It may be a dealing or an event. What is a dealing or what is an event? ഒരു ബിസിനസ് ട്രാൻസാക്ഷനെ നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ ട്രാൻസാക്ഷൻ ആൻഡ് വിച്ച് ഹാസ് ആൻ ഇമ്പാക്റ്റ് ഓൺ ബിസിനസ്. ബിസിനസ്സിനെ ഏതെങ്കിലും രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷനെയാണ് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ സാലറി പെയ്ഡ്, റെൻറ്റ് റിസീവ്ഡ് ഇല്ലേ, ഒരു എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ട്. സാലറി പെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് കൊടുക്കുന്നുണ്ട്. വി യൂസ് ടു പേ ക്യാഷ് ആസ് സാലറി, ഓർ വി വിൽ റിസീവ് റെൻറ്റ്, റൈറ്റ്? അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഡീലിംഗ് നടത്തുന്നുണ്ടെങ്കിൽ അതിനെ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയും. ആൻഡ് വാട്ട് ഈസ് ആൻ ഇവൻറ്റ്? എന്താണ് ഇവൻ്റ്? എന്താണ്? ഇഫ് മോർ ദാൻ വൺ transaction happens at a single time, we will call it as an event. അതായത് ഒരു ട്രാൻസാക്ഷനേക്കാളും കൂടുതൽ, ഒന്നിൽ കൂടുതൽ ട്രാൻസാക്ഷൻ ഒരേ സമയത്ത് നടക്കുകയാണെങ്കിൽ അതിനെയാണ് ഇവന്റ് എന്ന് പറയുന്നത്. സോ ബിസിനസ് ട്രാൻസാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാണല്ലോ. We can classify business transaction as external transaction and internal transaction. External transaction means a business transaction which happens between two entities. അതായത് നമ്മളുടെ സ്ഥാപനം എന്ന എൻറ്റിറ്റി, നമ്മളുടെ എൻറ്റിറ്റിയും മറ്റൊരു എൻറ്റിറ്റി, അതായത് മറ്റൊരു സ്ഥാപനവും തമ്മിലാണ് ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിൽ we will call it as external transaction. For example, purchased materials from the supplier. നമ്മുടെ സപ്ലയർ, നമുക്ക് സാധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സപ്ലയർ ആരാണോ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഗുഡ്സ് ഐറ്റം റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ it is an external transaction because it is a transaction, business transaction between two entities. രണ്ട് entities ഉണ്ട്. ഒന്ന് നമ്മളുടെ സ്ഥാപനം, മറ്റൊന്ന് സപ്ലയറിന്റെ സ്ഥാപനം. So it is external transaction. And the other one is internal transaction. Internal transaction happens if a business transaction happens between internal entity only. നമ്മളുടെ സ്ഥാപനത്തിനകത്ത് തന്നെ നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ അതിനെ നമ്മൾ internal transaction എന്ന് പറയും. ഫോർ എക്സാമ്പിൾ സാലറി പെയ്ഡ്, നമ്മളുടെ സ്ഥാപനത്തിലെ എംപ്ലോയിക്ക് നമ്മൾ സാലറി കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇന്റേണൽ ട്രാൻസാക്ഷൻ. മറ്റൊരു എൻറ്റിറ്റി, മറ്റൊരു സ്ഥാപനം അവിടെ ഇൻക്ലൂഡ് ആകുന്നില്ല. ആൻഡ് വൺ മോർ ക്ലാസിഫിക്കേഷൻ ഈസ് ദെയർ ഫോർ ബിസിനസ് ട്രാൻസാക്ഷൻ. വി വിൽ കോൾ ഇറ്റ് ആസ് ക്യാഷ് ട്രാൻസാക്ഷൻ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആൻഡ് ബാർട്ടർ ട്രാൻസാക്ഷൻ. Cash transaction means a transaction receipt or payment amount is paid or received during the same time which happens the transaction. Transaction എപ്പോൾ നടക്കുന്നോ ആ സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ ക്യാഷ് റിസീവ് ചെയ്യുകയോ പേ ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ക്യാഷ് ട്രാൻസാക്ഷൻ. അതായത് ക്യാഷ് ഈസ് paid or received during the time of transaction is called cash transaction. അപ്പം നമ്മൾ സാലറി കൊടുത്തു എന്ന് എഴുതുമ്പോൾ തന്നെ നമ്മൾ സാലറി കൊടുക്കുന്നു, അല്ലെ റെൻറ്റ് റിസീവ്ഡ്
പൈസ റിസീവ് ചെയ്തു, റെന്റ് എന്ന ഫോമിൽ പൈസ റിസീവ് ചെയ്തു. അല്ലെങ്കിൽ ക്യാഷ് പർച്ചേസ്, നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുകയാണ്. എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്? പൈസ കൊടുത്ത്, പെയ്ഡ് ക്യാഷ്, പൈസ കൊടുത്ത് ഐറ്റം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ക്യാഷ് ട്രാൻസാക്ഷൻ. ആൻഡ് the second one is credit transaction. If the payment or receipt of cash is postponed to a future date, നമ്മളുടെ ട്രാൻസാക്ഷൻ ഏതാണോ അതിൻ്റെ ക്യാഷ് പേയ്മെൻറ്റ് ഓർ റെസീപ്റ്റ് ഈസ് പോസ്റ്റ്പോൺ ടു എ ഫ്യൂച്ചർ ഡേറ്റ്, മറ്റൊരു ദിവസം തരാം, വരും ദിവസം തരാം എന്ന് പറഞ്ഞ് നമ്മളതിനെ മാറ്റി വയ്ക്കുവാണെങ്കിൽ, പൈസയുടെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ റെസീപ്റ്റ് മാറ്റി വയ്ക്കുവാണെങ്കിൽ we will call it as credit transaction. And one more transaction is there, barter transaction, exchange of goods for receipt or payment of goods or service. അതായത് നമ്മൾ സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ മേടിക്കുന്നു, അല്ലെങ്കിൽ സേവനം കൊടുത്ത് സേവനം റിസീവ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ബാർട്ടർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ബാർട്ടർ ട്രാൻസാക്ഷൻ ഇപ്പം അങ്ങനെ നിലവിൽ കാണുന്നില്ല. മുൻ കാലഘട്ടങ്ങളിൽ ഇൻ ഓൾഡർ ഡേയ്സ് വി യൂസ്ഡ് ടു usually used barter transaction. So this is all about business transaction. It is a dealing or an event which has an impact on business is known as business transaction. And what is capital? This is the investment made by the owner in the business. It is generally termed as owner's equity or net worth of the business. It is the difference between total assets and total liabilities. നമുക്ക് capital എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. The term capital is heard, right? But few of you are not aware about what is a capital. This is an investment. This is an initial investment made by the owner to his business. അതായത് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നമുക്കറിയാം കുറച്ച് പൈസ വേണം, അല്ലേ? അപ്പോൾ ആ ഓണർ ആകാൻ താല്പര്യപ്പെടുന്ന വ്യക്തി, ഓണർ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലേക്ക് ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു തുക ഉണ്ടാവും. ബിസിനസ്സിന് സ്ഥലം മേടിക്കാനായിട്ട്, ലാൻഡ് പർച്ചേസിന് വേണ്ടിയിട്ട്, അസറ്റ് പർച്ചേസിന് വേണ്ടിയിട്ട്, അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് പൈസ വേണം. അതിനു വേണ്ടിയിട്ടുള്ളൊരു മുടക്ക് മുതൽ, നമുക്കറിയാം മൂലധനം ആണ് ഈ ക്യാപിറ്റൽ, അല്ലേ? ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള മൂലധനമാണ് ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ദി ഓണർ ടു ഹിസ് ബിസിനസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓണേഴ്സ് ഇക്വിറ്റി ഓർ നെറ്റ് വർത്ത്. ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയാൻ കാരണം ഇത് ആരുടെ അവകാശമാണ്? ഓണറിൻ്റെ അവകാശമാണ്. അതുകൊണ്ട് നമ്മളിതിനെ ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നുണ്ട്. ദ നെക്സ്റ്റ് ടേം ഈസ് ഡ്രോയിങ്സ്. withdrawal of goods or cash from the business by the owner for personal use is termed as drawings. Once again, it is the withdrawal of goods or cash from the business. The point to be highlighted is that for personal purpose, അതായത് സ്വന്തം വ്യക്തിപരമായ ആവശ്യങ്ങൾ, for personal purpose is termed as drawing. നമ്മളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാഷോ ഗുഡ്സോ ബിസിനസ്സിൽ നിന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ, വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ബിസിനസ് സ്ഥാപനമുണ്ട്. നമുക്ക് ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് ബിസിനസ് സ്ഥാപനം വേണ്ട, ഇപ്പം നമുക്കൊരു വെജിറ്റബിൾ ഷോപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, വി ഹാവ് എ വെജിറ്റബിൾ ഷോപ്പ്. വി യൂഷ്വലി ടേക്ക് വെജിറ്റബിൾസ് ഫ്രം അവർ ഷോപ്പ് ഫോർ ദി പേഴ്സണൽ പർപ്പസ്, ഫോർ the purpose of using in our home, അല്ലേ? നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി നമ്മൾ എവിടെ നിന്ന് എടുക്കുന്ന വെജിറ്റബിൾസ്? നമുക്കൊരു പച്ചക്കറി ഷോപ്പ്, വെജിറ്റബിൾ ഷോപ്പ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എവിടെ നിന്ന് എടുക്കുകയുള്ളൂ? നമ്മുടെ സ്വന്തം വെജിറ്റബിൾ ഷോപ്പിൽ നിന്ന് എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിന് അക്കൗണ്ട് ഉണ്ട്, അതിന് കണക്കുണ്ട് എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട്, അല്ലെ ബാക്കി ആൾക്കാർ എന്നെ വിചാരിക്കുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ തൊട്ടപ്പുറത്തെ ഷോപ്പിൽ പോയി, അല്ലെ വേറെ വെജിറ്റബിൾ കടയിൽ പോയിട്ട് സാധനം മേടിക്കുമോ? നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾ
നമ്മളുടെ ഷോപ്പിൽ നിന്നല്ലേ നമ്മൾ പർച്ചേസ് ചെയ്തുള്ളൂ എടുക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് വെജിറ്റബിൾ അല്ലെങ്കിൽ ഗുഡ്സ്, കടയിലെ സാധനം തന്നെയോ അല്ലെങ്കിൽ ക്യാഷോ, നമ്മുടെ ഡ്രോയിൽ നിന്ന് അത്യാവശ്യം വരുമ്പം ക്യാഷോ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണക്ക് ചെയ്യണം കേട്ടോ, കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, അക്കൗണ്ടിൽ ഇതെല്ലാം സൂക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പേഴ്സണൽ പർപ്പസിന് ഗുഡ്സ് എടുത്താലും ക്യാഷ് എടുത്താലും വി നീഡ് ടു റെക്കോർഡ് ഇറ്റ്. നെക്സ്റ്റ് ടേം ഈസ് അപ്പം ക്യാപിറ്റൽ, ഡ്രോയിങ്, ആൻഡ് ദ അതർ ടേം ഈസ് ലയബിലിറ്റി. Liability are the obligations or debts payable by the enterprise in future in the form of money or goods. So liability is an obligation to the firm. എന്ത് തരത്തിലുള്ള ഒബ്ലിഗേഷൻ അത്? ഒബ്ലിഗേഷൻ പേയബിൾ ഇൻ ഫ്യൂച്ചർ ഡേറ്റ്. നമ്മൾ ഗുഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടോ വരും ദിവസങ്ങളിൽ ഫ്യൂച്ചർ ഡേറ്റിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു ബാധ്യതയാണ് നമ്മൾ ലയബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഒബ്ലിഗേഷൻ. നമ്മുടെ ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു ബാധ്യത ആണ്. ഇറ്റ് ഡിനോട്ട് ദി എമൗണ്ട് വിച്ച് എ ബിസിനസ് ഓവ് ടു അതേഴ്സ്. ബിസിനസ് ഓവ്സ് ടു അതേഴ്സ്. മറ്റ് ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാർക്കോ മറ്റ് വ്യക്തികൾക്കോ നമ്മൾ കൊടുക്കേണ്ടതായ നമ്മുടെ ബാധ്യത, ബിസിനസ്സിൻ്റെ ബാധ്യതയാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയുന്നത്. We can classify liability into three: short-term liability, long-term liability, and contingent liabilities. Short-term liability means liability which should make payment within 1 year. അതായത് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാൻ ഒബ്ലിഗേഷൻ 1 ഇയറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിനെയാണ് ഷോർട്ട് ടേം ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇഫ് വി നീഡ് ടു പേ ഓർ complete the obligation within 1 year, it is called as short-term liability. If the duration of obligation extend more than 1 accounting year, ഒരു അക്കൗണ്ടിങ് ഇയറിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ ഒബ്ലിഗേഷൻ നമുക്ക് നീട്ടിവെക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ it is called long-term liability. And one more liability is there, that is contingent liability. Contingent liability is not an actual liability, but it will become an actual one on the happening of an event, and that event is uncertain too. Once again I will repeat, contingent liability is not an actual liability, but it will become an actual one on the happening of an event, and that event is uncertain too. അതായത് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അതിനു മുമ്പ് ഞാനൊന്ന് പറയാം എന്നാന്ന്. കണ്ടിൻജന്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഒരു ആക്ച്വൽ ലയബിലിറ്റി അല്ല, ഒരു ഷോർട്ട് ടേം ലയബിലിറ്റിയോ ലോങ് ടേം ലയബിലിറ്റിയോ അല്ല നിലവിൽ. ബട്ട് ഇറ്റ് വിൽ ബിക്കം ആൻ ആക്ച്വൽ ലയബിലിറ്റി. ചിലപ്പോൾ അതൊരു ലയബിലിറ്റി ആയേക്കാം. ലയബിലിറ്റി ആവാൻ സാധ്യതയുള്ള ലയബിലിറ്റി ഇവൻറ്റിനെയാണ് നമ്മൾ കണ്ടിൻജന്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഇവൻറ്റ് ഈസ് അൺസർട്ടൻ. അത് വ്യക്തമല്ല. അതായത് ഏതോ ഒരു ഇവൻറ്റ് സംഭവിക്കും. ആ ഇവൻറ്റ് സംഭവിക്കുമ്പം ചിലപ്പോൾ ഇറ്റ് മേ ബിക്കം എ ലയബിലിറ്റി. അതൊരു ലയബിലിറ്റി ആയി വന്നേക്കാം, ഇല്ലെങ്കിൽ അത് ലയബിലിറ്റി അല്ല. ദാറ്റ് ഈസ് അൺസർട്ടൻ. അതിൻ്റെ കാര്യത്തിൽ ഒരു നിശ്ചയവും ഇല്ല. അതായത് ഏതോ ഒരു സംഭവം നടക്കും, സംഭവം നടന്നു കഴിയുമ്പോൾ നമുക്ക് പറയാം അത് ലയബിലിറ്റി ആകുമോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കോടതി കേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. വലിയ വ്യക്തമായി അറിയില്ലെങ്കിലും കേട്ടിട്ടുണ്ട്. നമ്മുടെ വസ്തു ഒരു കേസ് പെട്ട് കിടക്കുമെന്ന് വിചാരിക്കുക. ആ കേസിൻ്റെ വിധി വന്ന് ചിലപ്പോൾ നമ്മൾ പൈസ കോടതിയിലേക്ക് അടയ്ക്കേണ്ടതായിട്ട് വന്നേക്കാം. അങ്ങനെ അടയ്ക്കണമെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ ലയബിലിറ്റി അല്ലേ? കോടതി ഡിക്ലെയർ ചെയ്തു 1 lakh rupees നിങ്ങൾ കോടതിയിൽ കെട്ടിവെക്കുക അല്ലേ? അങ്ങനെ പറഞ്ഞേക്കാം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇറ്റ് വിൽ ബിക്കം എ ലയബിലിറ്റി. ബട്ട് എപ്പോഴത് ലയബിലിറ്റി ആവുന്നത്? കോടതി വിധി പറയുന്ന അന്നേ ദിവസം, on the particular date of declaration by the court. അതാണ് നമ്മുടെ ഇവൻറ്റ്. ആ ഇവൻറ്റ് എന്ന് പറയുന്ന അൺസർട്ടൺ ആണ്. ആ ഒരു സംഭവം കൊണ്ട്, ആ കോടതി വിധി കൊണ്ട് ചിലപ്പോൾ നമുക്കൊരു ലയബിലിറ്റി ഉണ്ടായേക്കാം. അതിനെയാണ് നമ്മൾ കണ്ടിൻജന്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, കണ്ടിൻജന്റ് ലയബിലിറ്റി is not an actual liability in this situation,
the right now, like the right situation, but it may become an actual one, and that event is uncertain. It may become an actual liability on the happening of an event, and that event is uncertain. അതിനെയാണ് നമ്മൾ contingent liability എന്ന് പറയുന്നത്. Next, asset. What is an asset? എല്ലാവർക്കും അറിയാം. നമ്മളുടെ അസറ്റ് എന്ന് പറയുന്നത് അല്ലേ, നമ്മുടെ പേരൻസ് പറയും നമുക്ക് അസറ്റ് എന്തെങ്കിലും ഉണ്ട്, വീടുണ്ട്, അല്ലെ കുറച്ച് സ്ഥലമുണ്ട്. ചിലർ പറയും എൻ്റെ പിള്ളേർ എൻ്റെ അസറ്റാണ്, അല്ലേ, എൻ്റെ മക്കളാണ് എൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയും. അപ്പം അങ്ങനെ അസറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, യു ഓൾ ആർ ഹേർഡ് ഓഫ് ദ ടേം അസറ്റ്. ബട്ട് ആക്ച്വലി അസറ്റ് മീൻസ് ക്യാഷ് ഓർ എനി വാല്യുബിൾ owned by the business that can be converted into cash, or anything beneficial to the future operation of business can be termed as an asset. So cash or any valuable owned by the business, adonninge asset ennu parayna cash ava. Cash is an asset, definitely cash is an asset. Cash or valuable owned by the business, businessine സ്വന്തമായിട്ടുള്ള വിലപിടിപ്പുള്ള ഏത് വസ്തുവിനെ നമുക്ക് അസറ്റ് എന്ന് പറയാം. അതിനെ ഉറപ്പായിട്ടും ആ അസറ്റിനെ ക്യാഷ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റും. അതായത് ക്യാഷോ പൈസയോ പൈസയുടെ മൂല്യമുള്ള മറ്റെന്തെങ്കിലും വസ്തുവോ ബിസിനസ്സിന് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ അസറ്റ് എന്ന് പറയും. അപ്പം അസറ്റ് എന്ന് പറഞ്ഞാൽ അത് ക്യാഷ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളും ആയിരിക്കണം. എക്സാമ്പിൾ നമുക്കെടുക്കാം. ഇപ്പം ബിസിനസ്സിന് സ്വന്തമായിട്ടൊരു വെഹിക്കിളുണ്ട്, ഒരു ലോറിയുണ്ട്, ദാറ്റ് ഈസ് ആൻ അസറ്റ് അല്ലേ. ബിസിനസ് പർപ്പസ് നമുക്ക് ഉപയോഗിക്കാം. വിൽക്കുമ്പോൾ എന്തായിട്ട് നമുക്ക് തിരിച്ചു വരും, അത് ക്യാഷ് ആയിട്ട് വരും. സോ ഇറ്റ് ഈസ് ആൻ അസറ്റ്. ബിസിനസ്സിന് സ്വന്തമായിട്ട് ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ അല്ലേ, പിന്നെ കുറച്ച് ലാപ്ടോപ്സ് ഉണ്ട്. ഇതെല്ലാം ബിസിനസ്സിൻ്റെ അസറ്റാണ്. അപ്പോൾ അസറ്റ് എന്ന് പറയുമ്പോൾ it may be cash or valuable owned by the business. Cash ആണെങ്കിൽ ക്യാഷ് ആയിട്ട്, അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റം ആണെങ്കിൽ ഐറ്റം വാല്യുബിൾ which can be converted into the form of cash. ക്യാഷ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന വാല്യുബിളിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. ഇനി അസറ്റ്സിനെ നമുക്ക് we can classify assets into different forms. The first classification is fixed asset and current asset. Fixed asset means assets which cannot be converted into the form of cash within an accounting year. ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ക്യാഷ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത അസറ്റ്സിനെയാണ് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, വെഹിക്കിൾസ്, ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ ഫിക്സഡ് അസറ്റ്. നമ്മൾ ഫിക്സഡ് അസറ്റ്സ് പർച്ചേസ് ചെയ്യുന്ന, the purpose of fixed asset purchase is to use for long period. കുറേ നാളത്തേക്ക് ബിസിനസ്സിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ്സ് പർച്ചേസ് ചെയ്യുന്നത്. സോ വി ആർ നോട്ട് ഡിസൈഡഡ് ടു കൺവേർട്ട് ഇൻ ടു ദ ഫോം ഓഫ് ക്യാഷ് വിതിൻ 1 year. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫിക്സഡ് അസറ്റ്. ആൻഡ് വാട്ട് ഈസ് കറണ്ട് അസറ്റ്? കറണ്ട് അസറ്റ് മീൻസ് അസറ്റ് which can be converted into the form of cash within 1 year. 1 accounting year ഉള്ളിൽ, 1 accounting yearനുള്ളിൽ ഒരു അസറ്റിനെ നമുക്ക് ക്യാഷ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ it is a current asset. And the most liquid current asset is cash, because we don't want to convert it to the form of cash. It is cash itself. It is liquid cash. Liquid cash neയാണ് നമ്മൾ most valuable current asset ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. And few more current assets are there. For example, bank deposit. We can convert, withdraw cash, right? Then sundry debtors. You are not aware of the term debtors, we'll discuss in this class itself. Then stock. How can we convert stock into cash? By the sale of stock or by the sale of goods, we can convert the stock into the form of cash. So these are examples for current assets. And one more classification is there, that is tangible, intangible and fictitious asset. Tangible, intangible and fictitious asset. Tangible assets means assets which we can
touch, seen and felt. Tangible assets means assets that can be touched, seen and felt. അതായത് നമുക്ക് സ്പർശിക്കാനും അല്ലെങ്കിൽ കാണാനും അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് വസ്തു അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള അസറ്റ്സിനെയാണ് നമ്മൾ ടാൻജിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റിയൽ അസറ്റ്. എക്സാമ്പിൾ ഫോർ ടാൻജിബിൾ അസറ്റ് ഈസ് ഫർണിച്ചർ. നമ്മുടെ ബിസിനസ്സിന് ഒരു ഫർണിച്ചർ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇത് ബിസിനസ്സിൻ്റെ ഫർണിച്ചറാണ്. ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നമുക്കറിയാം, കാണാം, വി ക്യാൻ ടച്ച്, തൊടാം, സ്പർശിക്കാം അല്ലെങ്കിൽ ഫീൽ ചെയ്യാം. അതിനെയാണ് നമ്മൾ ടാൻജിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ഫർണിച്ചർ, ബിൽഡിംഗ്, ഇതെല്ലാം ടാൻജിബിൾ അസറ്റ്സിന് എക്സാമ്പിളാണ്. The other classification is intangible assets. Intangible asset means assets which cannot be touched, seen and felt. It is straight or directly reversed with tangible asset. Intangible asset എന്ന് പറയുമ്പോൾ നമുക്ക് കാണാനും സ്പർശിക്കാനും അല്ലെങ്കിൽ ഫീൽ ചെയ്യാനും ഫെൽറ്റ് ചെയ്യാനും സാധിക്കാത്ത അസറ്റ്സിനെയാണ് intangible assets എന്ന് പറയുന്നത്. For example, goodwill, patent right or trademark is an example for intangible asset. അതായത് ഇപ്പോൾ ഗുഡ്വിൽ, പേറ്റൻറ്റ്, ട്രേഡ്മാർക്ക് ഇതൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരത്തില്ല. എളുപ്പമുള്ളൊരു എക്സാമ്പിളാണ് ഗുഡ്വിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ ഷോപ്പല്ല, കടയല്ല നമ്മൾ പറയുന്നത്, ഒരു സൽപ്പേര്. അല്ലെങ്കിൽ ഇപ്പം സാധാരണ നമുക്കറിയാം നമ്മുടെ ഈ വില്ലേജ്, സാധാരണ ഗ്രാമങ്ങളിലുള്ള ബേക്കറികൾ നിങ്ങൾക്കറിയാം അല്ലേ? പക്ഷേ അതിനേക്കാളും കൂടുതൽ ഒരു സൽപ്പേര്, ഒരു വാല്യൂ ഉണ്ട് നമ്മളുടെ ഇപ്പം പാലായിലോ കോട്ടയത്ത് എടുക്കുവാണെങ്കിൽ ആൻസ് ബേക്കേഴ്സ്, അല്ലെങ്കിൽ എറണാകുളം സൈഡിലോട്ട് പോവുകയാണെങ്കിൽ നവ്യ ബേക്കേഴ്സ് അല്ലെങ്കിൽ KR ബേക്കർ, അങ്ങനെ കുറച്ച് കാറ്റഗറി ഓഫ് ഐറ്റംസ് ബേക്കേഴ്സ് ഉണ്ടല്ലോ. അപ്പം അവർക്ക് അവരുടേതായ ഒരു ഗുഡ്വില്ല്, ഒരു സൽപ്പേരുണ്ട്. ഇല്ലെങ്കിൽ ഒരു ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പ്, നമുക്ക് പാലായിൽ സാധാരണ സാധനങ്ങൾ നമ്മൾ മേടിക്കുന്ന ടെക്സ്റ്റൈൽ ഷോപ്സ് അവൈലബിൾ ആണ്. പക്ഷെ അവരെക്കാളും ഒക്കെ ആ ടെക്സ്റ്റൈലിന് കിട്ടുന്ന ക്ലോത്ത് അല്ലെ മെറ്റീരിയലിനേക്കാളും ക്വാളിറ്റിയോ അല്ലെങ്കിൽ എന്തോ ഒരു നമുക്ക് ആൾക്കാർക്ക് തന്നെ ഒരു പ്രിവിലേജ് കൂടുതലുണ്ട്. എറണാകുളത്ത് ചെന്ന് ജയലക്ഷ്മിയിലോ അല്ലെങ്കിൽ മിലൻ, ഷീമാട്ടി അങ്ങനെയുള്ള കടകളിൽ നിന്ന് സാധനം മേടിക്കുന്ന അല്ലെ വലിയ വലിയ ബൊട്ടീക്സിൽ നിന്നൊക്കെ സാധനം മേടിക്കുമ്പോൾ നമുക്ക് അതിന് കൊടുക്കുന്ന ആ വസ്ത്രങ്ങൾക്ക് അല്ലെ ആ മെറ്റീരിയലിന് കൊടുക്കുന്ന ഒരു അല്ലെ ആ ഷോപ്പിന് കൊടുക്കുന്ന ഒരു സൽപ്പേരുണ്ട്, ഗുഡ്വില്ലുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഗുഡ്വില്ലിൻ്റെ ദ എക്സാക്ട് മീനിങ് ഓഫ് ഗുഡ്വിൽ ഈസ് സൽപ്പേര്. അത് നമുക്ക് കാണാൻ പറ്റത്തില്ല ഇല്ലേ, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല, ഫീൽ ചെയ്യത്തില്ല. പക്ഷെ നമുക്ക് മൊത്തത്തിൽ വാല്യൂ, ഇപ്പോൾ ആ കടയ്ക്ക് ഒരു വാല്യൂ, വില കൊടുക്കുവാണെങ്കിൽ നമുക്കത് മനസ്സിലാകും. ആ ഷോപ്പിൻ്റെ ലൊക്കേഷനേക്കാളും അല്ല ബിൽഡിംഗ്, ആ ഇൻഫ്രാസ്ട്രക്ചറിനേക്കാളും വില ചിലപ്പോൾ കൂടുതൽ വരുന്നത് അതിൻ്റെ ഗുഡ്വില്ലിനായിരിക്കും. അതുപോലെ തന്നെ ട്രേഡ് മാർക്ക്, ഓരോ വലിയ വലിയ ബ്രാൻഡഡ് കമ്പനികൾക്കും അവരുടേതായ ഓരോ ട്രേഡ് മാർക്കുണ്ട്. ആ ട്രേഡ് മാർക്ക് നമുക്ക് വിൽപ്പനയുടെ സമയത്ത്, അതായത് അറ്റ് ദ ടൈം ഓഫ് സെയിൽ വി വിൽ വാല്യൂ ഇറ്റ് ആസ് ആൻ അസറ്റ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇൻടാൻജിബിൾ അസറ്റ് എന്ന് പറയുന്നത്. The third one is fictitious asset. Fictitious asset is an intangible property which do not have any real value. Preliminary expense, accumulated losses are examples for fictitious asset. നമുക്ക് ഇത് ഒരു ഇൻടാൻജിബിൾ അസറ്റ് തന്നെയാണ്. ഈ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത് ഇൻടാൻജിബിൾ പ്രോപ്പർട്ടിയാണ്. നമുക്ക് ഈ പറയുന്ന പോലെ കാണാനോ മനസ്സിലാക്കാനോ ഒന്നും സാധിക്കത്തില്ല. ബട്ട് ഇറ്റ് ഹാസ് എ വാല്യൂ, മണി വാല്യൂ അല്ല നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ പൈസ മുടക്കി ചിലവാക്കിയിട്ടുണ്ട്. പ്രിലിമിനറി എക്സ്പെൻസ്, പ്രിലിമിനറി എക്സ്പെൻസ് മീൻസ് expense which is spent by the business during the initial time. ആദ്യത്തെ കുറച്ച് കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രിലിമിനറി ആയിട്ട് കുറച്ച് പൈസ ചിലവാക്കുന്നുണ്ട്. ആൻഡ് വി ക്യാൻ യൂസ് ദി ബെനിഫിറ്റ് ഫോർ മോർ ദാൻ 1 year. ഇല്ലേ, നമ്മുടെ ബിസിനസ് ലൈഫ് ലോങ് പോകുന്ന അത്രയും കാലം നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അത് വാല്യൂബിൾ ആണ്, വിച്ച് ഈസ് ഓൺ ബൈ ദ ബിസിനസ് ഓൺലി. സോ those kind of preliminary expenses, accumulated losses are examples for fictitious asset.
The next term is income. Income, losses, gains or profit. These three terms are familiar for you. നമ്മുടെ daily life, not in accounting, in our personal life also we used to say these words: income, loss, gains and profits. Income is the revenue earned which leads to increase in the net worth of the organization. Income includes profit also. Okay, income is the revenue earned which leads to increase the net worth of the organization. അപ്പോൾ ഇൻകം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഒരു റവന്യൂ ആണ് അല്ലേ, നമ്മുടെ ഒരു വരുമാനമാണ്. which leads to increase the net worth. ബിസിനസ്സിൻ്റെ നെറ്റ് വർത്ത് എന്താണോ, അതായത് നമ്മുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞേ, ഓണേഴ്സ് ഇക്വിറ്റി ഓർ നെറ്റ് വർത്ത് ഈസ് ടേംഡ് ആസ് ക്യാപിറ്റൽ. നമ്മുടെ ക്യാപിറ്റൽ കൂട്ടാൻ കാരണമാകുന്ന നമ്മളുടെ വരുമാനത്തിനെയാണ് നമ്മൾ ഇൻകം എന്ന് പറയുന്നത്. ആ ഇൻകത്തിനകത്ത് നമ്മളുടെ പ്രോഫിറ്റ്, നമ്മളിനി അടുത്ത ടേം പറയുന്നുണ്ട്, ഗെയിൻ ഓർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞൊരു ടേം പറയുന്നുണ്ട്. ആ ഗെയിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻകത്തിൻ്റെ കൂടെ, ഇൻകത്തിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ലോസ് ഈസ് ദ ഗ്രോസ് ഡിക്രീസ് ഇൻ ദി അസെറ്റ് ഓർ ഗ്രോസ് ഇൻക്രീസ് ഇൻ ദ ലയബിലിറ്റി. ലോസ് എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു നഷ്ടത്തെയാണ് നമ്മൾ ലോസ് എന്ന് പറയുന്നത്. അത് നമ്മളുടെ അസറ്റിൻ്റെ വാല്യൂ, നമ്മുടെ വാല്യൂബിളിൻ്റെ വില കുറയുന്നതോ ഇല്ലെങ്കിൽ നമ്മുടെ ബാധ്യത, ഇഫ് ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ദി ലയബിലിറ്റി, we will call it as loss. It is the excess of expense over revenue. റവന്യൂവിനേക്കാളും കൂടുതലാണ് നമ്മളുടെ ചിലവ്. If we have excess of expenses over revenue, നമ്മുടെ റവന്യൂവിനേക്കാളും കൂടുതലാണ് നമ്മളുടെ എക്സ്പെൻസ് ചിലവെങ്കിൽ, വരവിനേക്കാളും കൂടുതൽ ചിലവുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലോസ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ ലോസ്. ഇനി അടുത്തത് ഗെയിൻ ഓർ പ്രോഫിറ്റ്. ഇറ്റ് ഈസ് ദ നേരെ തിരിച്ച്, ഇറ്റ് ഈസ് ദ റിവേഴ്സ് ഓഫ് loss is termed as gain. It is the excess of revenue over expenses in an accounting year and represents increase in the net asset or owner's equity. Net asset or net worth or owner's equity, നമുക്ക് ഏത് വേണമെങ്കിലും പറയാവേ. അപ്പം it is the excess of revenue over expenses. നമ്മൾ പറഞ്ഞു വരവിനേക്കാളും കൂടുതൽ ചിലവാണെങ്കിൽ അതിന് ലോസ് എന്ന് പറയും. ഇറ്റ് ഈസ് കോൾഡ് ലോസ്. ഇനി അതിന് നേരെ തിരിച്ച് വരവ് കൂടുതലും ചിലവ് കുറവുമാണെങ്കിൽ യു വിൽ ടേം ഇറ്റ് ആസ് ഗെയിൻ ഓർ പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ നെറ്റ് വർത്ത് ഓർ ഓണേഴ്സ് ഇക്വിറ്റി ഓർ ക്യാപിറ്റൽ വിൽ ഇൻക്രീസ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ മൂലധനം, ക്യാപിറ്റൽ കൂടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഘടകമാണ്. എപ്പോഴേ പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ? റവന്യൂ കൂടുതലും, ഇഫ് ദർ ഈസ് എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ്, then only we will get profit. Then few more terms are there: purchase, sales and stock. What is purchase? എന്താ purchase എന്ന് പറഞ്ഞാൽ എന്നാ? നമ്മളെല്ലാം കടയിൽ പോകാറുണ്ട്, സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട് അല്ലേ? പർച്ചേസ് അറിയാം, സെയിൽസ് പറയാം നിങ്ങൾക്ക്. The total amount of goods procured by a business concern for cash or on credit for the purpose of sale or for conversion into finished goods for sale is known as a purchase. The total amount of goods procured by business for cash, പൈസ കൊടുത്ത് ക്യാഷിന്, അതായത് പൈസ കൊടുത്ത് നമ്മൾ ബിസിനസ്സിലേക്ക് വേണ്ട സാധനങ്ങൾ മേടിച്ച് വെക്കുന്നതിനെ ആണ് പർച്ചേസ് എന്ന് പറയുന്നത്. ബിസിനസ്സിലേക്ക് വേണ്ട സാധനങ്ങൾ, അതായത് ബിസിനസ്സിന് വേണ്ടിയിട്ട്, സെയിലിന് വേണ്ടിയിട്ട്, വിൽക്കാൻ വേണ്ടി, ഫോർ ദ പേർപ്പസ് ഓഫ് സെയിൽ, വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബിസിനസ്സിലേക്ക് മേടിച്ച് വെക്കുന്ന സാധനങ്ങളെയോ അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബിസിനസ്സിലേക്ക് മേടിച്ച് വെക്കുന്ന റോ മെറ്റീരിയൽസിനെയോ ആണ് നമ്മൾ പർച്ചേസസ് എന്ന് പറയുന്നത്. ക്യാഷിന് മേടിച്ചാലേ അതിനെ നമ്മൾ പർച്ചേസസ് എന്ന് പറയുന്നുള്ളൂ. ക്രെഡിറ്റിലാണെങ്കിൽ അത് വേറെ രണ്ട് ടേമിലേക്ക് പോകും. ഡെറ്റേഴ്സ് എന്ന് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന വേറെ രണ്ട് ടേം, പുതിയ ഒരു കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി ആവും. അപ്പോൾ പർച്ചേസ് എന്ന് പറയുന്നത് സെയിലിന് വേണ്ടിയിട്ട്, ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊക്വയർഡ് ബൈ ദ ബിസിനസ്
for the purpose of sale or for as a raw material for the purpose of making into the form of finished goods is termed as purchase. And what is sales? It is the income earned from the sale of goods or service rented. There are cash sale and credit sale. The amount received from the sale of fixed asset is not treated as sale. Sale എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ്സിൻ്റെ ഗുഡ്സോ സർവീസോ എന്നതാണോ അത് കസ്റ്റമറിലേക്ക് എത്തിച്ച് അവരിൽ നിന്ന് ഇൻകം റിസീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെയിൽ എന്ന് പറയുന്നത്. ദാറ്റ് മേ ബി ക്യാഷ് സെയിൽ ഓർ ക്രെഡിറ്റ് സെയിൽ. ഇഫ് we are receiving the cash at the time of sale, it is called as cash sale. If the payment of cash, if the receipt of cash is postponed to a future date, it is called as credit sale. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. The amount received from the sale of fixed asset എന്താണെന്ന് പറഞ്ഞായിരുന്നു. ലോങ് ടേം പർപ്പസിന് വേണ്ടി നമ്മൾ സ്ഥാപനത്തിലേക്ക് മേടിച്ചു വെക്കുന്ന അസറ്റ്സിനെയാണ് ഫിക്സ്ഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഫിക്സ്ഡ് അസറ്റ് സാധാരണഗതിയിൽ നമ്മൾ മേടിച്ച് കഴിയുമ്പോൾ നമുക്ക് താല്പര്യമില്ലാതെ വരികയോ if you are not interested with the same product or if it is outdated, കാലപ്പഴക്കം ചെന്നു എങ്കിൽ ഫിക്സ്ഡ് അസറ്റ് നമ്മൾ മറിച്ച് വിൽക്കും. അപ്പോൾ അതും ഒരു സെയിലാണ്, ബട്ട് ഇറ്റ് വിൽ നോട്ട് ട്രീറ്റഡ് ആസ് എ സെയിൽ. സെയിൽ എന്ന് പറയുന്നത് ഗുഡ്സോ സർവീസോ നമ്മൾ കസ്റ്റമറിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന തുകയാണ് സെയിൽ എന്ന് പറയുന്നത്. ഫിക്സ്ഡ് അസറ്റിൻ്റെ വിൽപ്പന കൊണ്ട് ഏത് തുക എന്ന തുക കിട്ടിയാലും നമ്മളതിനെ സെയിലായിട്ട് കൺസിഡർ ചെയ്യത്തില്ല. The next term is stock. The goods available with the business for sale on a particular date is termed as stock. It varies with every transaction of purchase and sale. The goods available with the business for sale on a particular date is termed as stock. അതായത് ഇപ്പോൾ ഇന്നത്തെ ഈ മിനിറ്റിൽ നമ്മൾ നമ്മുടെ സ്റ്റോക്ക് എന്ന് പറയുവാണെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൽ വിൽപ്പനയ്ക്ക് വേണ്ടി മേടിച്ചു വെച്ചേക്കുന്ന എല്ലാ ഐറ്റത്തിനെയും ചേർത്താണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കടയിൽ ഒരു 10 കിലോ അരിയുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കടല, പരിപ്പ്, അല്ലെങ്കിൽ പഞ്ചസാര, അങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ മേടിച്ചു വെച്ചിട്ടുണ്ട് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ നമ്മുടെ കടയിലെ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഗുഡ്സ് available with the business for sale on particular time is termed as stock. അത് ഓരോ നേരത്തെയും സ്റ്റോക്ക്, the value of stock will vary depending on the purchase, depending on every purchase and sale. ഓരോ പർച്ചേസും സെയിലും നടക്കുന്ന അനുസരിച്ച് സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടിയും കുറഞ്ഞിരിക്കും. If we purchase few items, 10 kg of rice, definitely the stock level will increase by 10 kg of rice. If we sold 10 kg of sugar, definitely there will be a decrease in the stock quantity by 10 kg of sugar. അപ്പോൾ നമ്മൾ പറഞ്ഞത് സ്റ്റോക്ക് ഒരു പർട്ടിക്കുലർ ഡേറ്റിലെ വാല്യൂ ആണ്. ഇറ്റ് വിൽ വേരി വിത്ത് ഈച്ച് ആൻഡ് എവറി പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഐറ്റം. There is closing stock and opening stock. Closing stock means stock value on the closing time, and opening stock will be same as closing stock. It is the stock which with the business firm on the opening time. ഒന്ന് ക്ലോസിംഗ് സമയത്തും മറ്റൊന്ന് ഓപ്പണിംഗ് സമയത്തും ഉള്ള സ്റ്റോക്ക് ക്വാണ്ടിറ്റിയാണ്. The closing stock of December 31st will be same as opening stock on January 1st of the next year. Then we'll move to few more words, that is debtors. What is debtors? Debtors, debtor, sundry debtor, these are terms we usually used in our business. Debtors are the persons and other entities who owe money to the business on receipt of goods or service on credit. നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷനും ഇല്ലേ, ക്യാഷ് പർച്ചേസ്, ക്രെഡിറ്റ് പർച്ചേസ് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു. ക്രെഡിറ്റ് പർച്ചേസോ ക്രെഡിറ്റ് സെയിലോ ആണെങ്കിൽ പുതിയ 2 ഐറ്റം
എറൈസ് ചെയ്യുന്നു പറഞ്ഞു. അതാണ് ഒരെണ്ണം ഡെറ്ററും ഒരെണ്ണം ക്രെഡിറ്ററും. ക്രെഡിറ്റ് സെയിൽ വഴി എറൈസ് ചെയ്യുന്ന പുതിയൊരു അസറ്റാണ് ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്, ഡെറ്റർ ഈസ് എ പേഴ്സൺ, ഒന്നെങ്കിൽ അതൊരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ആൻ എൻറ്റിറ്റി, ഒരു സ്ഥാപനമാകാം. ഹു ഓ മണി ടു ദി ബിസിനസ്. നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ ഒരു ക്രെഡിറ്റ് സെയിൽ നടത്തിയിട്ടുണ്ട്. ആ ക്രെഡിറ്റ് സെയിൽ വഴി സാധനം മേടിച്ച വ്യക്തി നമ്മളുടെ ബിസിനസ്സിലേക്ക് പൈസ തരാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ പൈസ തരേണ്ട വ്യക്തിനെയാണ് നമ്മൾ ഡെറ്റർ എന്ന് പറയുന്നത്. ഡെറ്റർ ഈസ് ആൻ അസറ്റ് ഫോർ ദി ബിസിനസ്. നമുക്ക് ബിസിനസ്സിന് അതൊരു അസറ്റാണ് ഇല്ലേ? പൈസയുടെ മൂല്യമുള്ള അസറ്റ് അല്ലേ? പൈസ തരേണ്ട വ്യക്തിയല്ലേ? സോ ഡെറ്റർ ഈസ് ആൻ അസറ്റ് ഫോർ ദി ബിസിനസ്. ഇറ്റ് ഈസ് എ കറണ്ട് അസറ്റ്. ഓക്കെ. ആൻഡ് വാട്ട് ഈസ് അക്കൗണ്ട്സ് പേയബിൾ? അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഈ പൈസ മറ്റൊരു ദിവസം തരാം എന്ന് പറഞ്ഞ് ബില്ലായിരിക്കും ഡ്രോ ചെയ്യുന്നത്. ബിൽസ് റെസീവബിൾ എന്നാണ് അതിനെ പറയേണ്ടത്. കിട്ടേണ്ട ബില്ലായതുകൊണ്ട് അതിനെ നമ്മൾ ബിൽസ് റെസീവബിൾ എന്ന് പറയുന്നു. അപ്പം അക്കൗണ്ട്സ് there is a change in the accounts payable. അക്കൗണ്ട്സ് പേയബിൾ അല്ല, അക്കൗണ്ട്സ് റെസീവബിൾ ആണ്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. അക്കൗണ്ട്സ് റെസീവബിൾ ആണ്. ഡെറ്റേഴ്സ് കഴിഞ്ഞാൽ അടുത്ത ടൈറ്റിലായിട്ട് കൊടുക്കേണ്ടത് അക്കൗണ്ട്സ് റെസീവബിൾ ആണ് കേട്ടോ. ചേഞ്ച് ഉണ്ട്. That is the total amount due by debtors and the amount of bills receivable that the concern has with it as on a particular date. ഒരു നിശ്ചിത ദിവസത്തിൽ നമ്മുടെ ഡെറ്റേഴ്സിൻ്റെ എല്ലാവരുടെയും ടോട്ടലിനെയും അതുപോലെ കിട്ടാനുള്ള എല്ലാ ബില്ലിനെയും ചേർത്ത് പറയുന്ന ഒരു പേരാണ് അക്കൗണ്ട്സ് റെസീവബിൾ. നമുക്ക് കിട്ടാനുള്ള മൊത്തം തുക ഇൻ ദ ഫോം ഓഫ് ഡെറ്റേഴ്സ് ആൻഡ് ഇൻ ദ ഫോം ഓഫ് ബിൽ. ബില്ലായിട്ടും ഡെറ്ററായിട്ടും നമുക്ക് കിട്ടേണ്ട തുകയാണ് നമ്മൾ അക്കൗണ്ട്സ് റെസീവബിൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡെറ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് മറ്റൊരു ടേം ഉണ്ട്, ദാറ്റ് ഈസ് സൺട്രി ഡെറ്റേഴ്സ്. സൺട്രി ഡെറ്റേഴ്സ് മീൻസ് the total of debtors is termed as sundry debtors. അടുത്ത ടേം നമുക്ക് പഠിക്കാനുള്ളത് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് ആർ പേഴ്സൺസ് ഓർ അതർ എൻറ്റിറ്റീസ് who have claimed for money against the business for any goods supplied or service rendered by them on credit. നമ്മൾ പറഞ്ഞായിരുന്നു ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. അതായത് നമ്മൾക്ക് ബിസിനസ്സിലേക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നമ്മൾ കടമായിട്ട് മേടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കടമായിട്ട് മേടിക്കുകയാണെങ്കിൽ ആ സപ്ലയറിനെ ആണ് നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് കടത്തിന് സാധനം തരുന്ന വ്യക്തിനെ. അപ്പം നമ്മൾ കടത്തിന് ഐറ്റം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺ എ ഫിക്സഡ് ഡേറ്റ് വി ആർ ലയബിൾ ടു പേ ദ എമൗണ്ട് ടു ദി സപ്ലയർ ഇല്ലേ? നമ്മൾ ആ പറയുന്ന ദിവസം ഏതാണോ അന്ന് തന്നെ നമ്മൾ അതിൻ്റെ പൈസ കൊണ്ടേ കൊടുക്കണം. അപ്പം നമുക്ക് കടമായിട്ട് വസ്തുക്കൾ തരുന്ന ആ സപ്ലയറിനെ വസ്തു തരികയോ ഗുഡ്സ് തരികയോ അല്ലെ സർവീസ് ചെയ്തു തരികയോ ചെയ്യുന്ന ആ വ്യക്തിനെയാണ് നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി എ പേഴ്സൺ ഓർ ഇറ്റ് മേ ബി ആൻ എൻറ്റിറ്റി ഹു ഹാവ് ക്ലെയിം ഫോർ മണി എഗെയിൻസ്റ്റ് ദ ബിസിനസ്. ബിസിനസ്സിന് എതിരെ എഗെയിൻസ്റ്റ് ദ ബിസിനസ്, ബിസിനസ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ക്ലെയിം പൈസ തരണം എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യാൻ അവകാശമുള്ളൊരു വ്യക്തിയാണ് ഈ ക്രെഡിറ്റർ എന്ന് പറയുന്നത്. At the same time, there is one more term that is called ഒരു കാര്യം കൂടെ, ക്രെഡിറ്റർ എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റിയാണ് കേട്ടോ. നമുക്കൊരു ബാധ്യതയാണ്, ക്യാഷ് പേ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഇറ്റ് ഈസ് ക്രെഡിറ്റർ ഈസ് എ ലയബിലിറ്റി ഫോർ ദി ബിസിനസ്. And one more term is there, sundry creditors. Sundry creditors means the total of all the creditors is termed as sundry creditors, and the other term is accounts payable. Accounts payable is the total of creditors and bills payable of the business as on particular date. Accounts payable എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സിൻ്റെ ടോട്ടലിനെയും നമ്മൾ പൈസ കൊടുക്കാം എന്ന് പറഞ്ഞ് ബില്ല് ഡ്രോ ചെയ്തേക്കുന്നെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ടതായ ബിൽ പേയബിളിൻ്റെയും ടോട്ടലിനെ, അതായത് രണ്ടിൻ്റെയും കൂടി ടോട്ടലിനെയാണ് അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏതൊക്കെ രീതിയിൽ മൊത്തത്തിൽ പൈസ ലയബിലിറ്റി ഉണ്ടോ പുറത്തേക്ക് കൊടുക്കാൻ, അതിനെയാണ് അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി ബേസിക് അക്കൗണ്ടിങ് ടേംസ് ദാറ്റ് ഷുഡ് മേക്ക് aware with. So the other term is
bookkeeping. Bookkeeping and accounting. These two terms are familiar for us, but many of you think that bookkeeping and accounting are one and same, but exactly there is few difference between bookkeeping and accounting. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. Bookkeeping is mainly concerned with the recording of business transaction in an orderly manner. Much of the work connected with bookkeeping is clerical and repetitive in nature. It is defined as science and art of identifying and recording accounting transactions systematically in the books of accounts. അപ്പോൾ bookkeeping എന്ന് പറയുന്നത് it is the recording of business transaction in an orderly manner. ഒരു വ്യക്തമായ ഓർഡറിൽ നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻ എന്നൊക്കെ ടേം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. It is a dealing or an event which is associated with the business is termed as business transaction. അപ്പോൾ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ബിസിനസ്സിലുണ്ടാകുമ്പോൾ അതിനെ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് ജേർണൽ നമ്മൾ പ്രിപ്പയർ ചെയ്യും, ലെഡ്ജർ, അതുപോലെ ട്രയൽ ബാലൻസ്, അവിടം വരെ നമ്മളുടെ ബുക്ക് കീപ്പിംഗ് വരുന്നുള്ളൂ. ദ ലെഫ്റ്റ് അക്കൗണ്ടിങ് പ്രോസസ്സ്, പിന്നെ അക്കൗണ്ടിങ് പ്രോസസ്സാണ്. അപ്പോൾ ബുക്ക് കീപ്പിംഗ് ഉണ്ടെങ്കിലേ അക്കൗണ്ടിങ് ഉള്ളൂ, അക്കൗണ്ടിങ് വേണമെങ്കിൽ ബുക്ക് കീപ്പിങ്ങും വേണം. സോ ദീസ് ടു ആർ മ്യൂച്വലി ഇന്റർഡിപ്പെൻഡൻ്റ് ആണ്, ബട്ട് ബോത്ത് ആർ ഡിഫറെൻറ്റ് ടേംസ്. ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും ഡിഫറെൻറ്റ് ടേംസ് ആണ്. നമ്മുടെ ഇറ്റ് ഈസ് എ ക്ലറിക്കൽ, the work of bookkeeping is clerical and repetitive in nature. അതായത് ക്ലറിക്കൽ വർക്കാണ്, ആവർത്തന സ്വഭാവമുണ്ട്. ഇപ്പോൾ സാലറി പെയ്ഡ്, എല്ലാ മാസവും സാലറി പേ ചെയ്യുന്നുണ്ട്, വേജസ് പെയ്ഡ്, റെൻറ്റ് റെസീവ്ഡ്, പർച്ചേസ്ഡ് ഗുഡ്സ്, ഇതെല്ലാം ആവർത്തന സ്വഭാവമുള്ള ബിസിനസ് ട്രാൻസാക്ഷൻ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഡിഫറൻസ് ഒന്ന് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്. The objective of bookkeeping is to prepare original book of account. It is the entry of bookkeeping is restricted with journal and ledger. Journal, ledger, അതിൻ്റെ ലെഡ്ജർ ബാലൻസ് വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന ട്രയൽ ബാലൻസ്, അവിടം വരെ നമ്മളുടെ ബുക്ക് കീപ്പിംഗ് ഉള്ളൂ. അതാണ് ബുക്ക് കീപ്പിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്. Original books of accounts, prepare original books of accounts is the objective of bookkeeping. But the objective of accounting is to record, analyze and interpret the business transaction. Then the scope of bookkeeping is limited, it is narrow when we are comparing it with the term accounting. The term accounting has a wider scope. Then bookkeeping level of work, it is restricted to clerical work of recording transaction. Bookkeeping in the work ennu parayunna, it is clerical and repetitive in nature. Accounting ennu parayumbo oru low level clerk work undu, medium level reporting undu, adupole top level aayittulla decision making process, interpret process, ഇതെല്ലാം അക്കൗണ്ടിങ്ങിനകത്ത് നിലവിൽ വരും. Then bookkeeping and accounting are mutually dependent ആണ്. കാരണം depends on accounting for making the accounting records. അക്കൗണ്ടിങ് റെക്കോർഡ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ആരെ ഡിപ്പെൻഡ് ചെയ്യണം? ബുക്ക് കീപ്പിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യണം. അതുപോലെ ബുക്ക് കീപ്പിംഗ് അക്കൗണ്ടിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഗെറ്റിംഗ് ദി റിസൾട്ട്, വ്യക്തമായ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഗെറ്റിംഗ് ദി റിസൾട്ടും അതുപോലെ മേക്കിംഗ് ദ അക്കൗണ്ടിങ്. അക്കൗണ്ട് മേക്ക് ചെയ്യാനായിട്ട് ഒരാൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യണം. അതുപോലെ റിസൾട്ട് കിട്ടാനും ഒരാൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തേ മതിയാകൂ. And the result of the business do not show the net result and
ഫിനാൻഷ്യൽ പൊസിഷൻ, നമ്മുടെ ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനോ ഇൻകം സ്റ്റേറ്റ്മെൻറ്റോ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റോ ഒന്നും ബുക്ക് കീപ്പിംഗ് പ്രിപ്പയർ ചെയ്യുന്നില്ല. അതെവിടം വരെ ചെയ്യുന്നുള്ളൂ? ടിൽ ദ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. ബട്ട് അക്കൗണ്ടിങ് പ്രിപ്പയർസ് the financial statements, mainly income statement and position statement. Depends on the bookkeeping for getting accounting records. So these are the difference between bookkeeping and accounting. And few more terms are there which is associated with capital and revenue items. Capital and revenue items എന്നാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസും കൂടെ നമുക്ക് ഈ ക്ലാസ്സിൽ തന്നെ പഠിക്കണം. ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ്. സോ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എക്സ്പെൻസ് എന്താണ്, റവന്യൂ എന്താണ്. വി ഓൾറെഡി സമ്മറൈസ്ഡ് the terms expenses and revenue. The amount spent in the form of cash, the form of earning revenue is termed as expense. നമുക്ക് വരുമാനം വരവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും തുക ചിലവാക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക്, എംപ്ലോയീസിന് നമ്മൾ വേജസ് കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് സാലറി കൊടുക്കണം. അവർ പണിതെങ്കിലേ നമുക്ക് റവന്യൂ കിട്ടത്തുള്ളൂ, അല്ലേ? സോ ദ എമൗണ്ട് പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് വേജസ് ഈസ് ആൻ എക്സ്പെൻസ്. അല്ലെങ്കിൽ ബിൽഡിങ്, നമ്മൾ ഒരു റൂം വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, അതിന് റെൻറ്റ് കൊടുക്കണം, അവിടെ ഇരുന്ന് വർക്ക് ചെയ്തെങ്കിലേ നമുക്ക് റവന്യൂ കിട്ടത്തുള്ളൂ. സോ റെൻറ്റ് ഈസ് ആൻ എക്സ്പെൻസ് ടു ഏൺ റവന്യൂ. അപ്പം തന്നെ കിട്ടണമെന്നില്ല കേട്ടോ, ഫ്യൂച്ചർ ഡേറ്റിൽ വി വിൽ ഗെറ്റ് ദ റവന്യൂ. അപ്പോൾ അതിനെയാണ് ചിലവ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് റവന്യൂ? These are the amount earned by the business concerned through the sale of its products or providing service to the customers. നമ്മൾ ഗുഡ്സ്, നമ്മുടെ ബിസിനസ്സിൻ്റെ ഐറ്റം ഗുഡ്സ് ആണെങ്കിൽ ആ ഗുഡ്സ് വിറ്റിട്ട് സെയിൽ ചെയ്ത്, അല്ലെങ്കിൽ സർവീസ് ആണെങ്കിൽ ആ സർവീസ് കസ്റ്റമറിന് പ്രൊവൈഡ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ സമ്പാദിക്കുന്ന, അതിൽ നിന്ന് നമ്മൾ ഏൺ ചെയ്യുന്ന തുക എന്താണോ അതിനെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. ഗുഡ്സ് വിൽക്കുമ്പം നമുക്ക് എന്ത് കിട്ടും? സെയിൽസ് നടക്കും. സോ സെയിൽ ഈസ് എ റവന്യൂ. അതുപോലെ റെന്റ് റെസീപ്റ്റ്, നമ്മളൊരു ഐറ്റം, നമുക്ക് റെന്റ് കാർ സർവീസ് നമ്മൾ നടത്തുന്നത്, നമ്മുടെ ഓരോ കാറും റെന്റിന് പോകുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്നൊരു വരുമാനം കിട്ടും, ഇല്ലേ? വാടക കിട്ടും. റെന്റ് റെസീവ്ഡ് ഈസ് എ റവന്യൂ ഫോർ ദ ബിസിനസ്. ദീസ് ആർ ദ എമൗണ്ട്. റവന്യൂ എന്ന് പറയുന്ന എമൗണ്ട് വിച്ച് ഈസ് ഏൺ ബൈ ബിസിനസ് കൺസേൺ through the sale of its goods or products or providing service to customers. അപ്പോൾ എക്സ്പെൻസ് എന്ന് പറയുന്ന റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കുന്ന തുകയാണ് എക്സ്പെൻസ്. റവന്യൂ എന്ന് പറയുന്നത് നമ്മളുടെ ജോലി, നമ്മുടെ തൊഴിൽ എന്താണോ, സെയിൽ ഓഫ് ഗുഡ്സ് ആണോ അല്ലെങ്കിൽ സർവീസ് റെന്റ് ആണോ, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനത്തെയാണ് റവന്യൂ എന്ന് പറയുന്നത്. Then capital expenditure and revenue expenditure. ഈ ടേം ഇനിയുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ റെസീപ്റ്റ്, റവന്യൂ റെസീപ്റ്റ്, അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക. ഇഫ് യു ആർ ലേണിംഗ് all these terms by comparing each other, it will be very easy to remind. നമുക്ക് ഒരിക്കലും മാറിപ്പോകത്തില്ല, മറന്നു പോകത്തില്ല, അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിലും റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിലും അതൊരു എക്സ്പെൻഡിച്ചറാണ്. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചിലവാക്കുന്ന ആ ഒരു തുക, അല്ലേ? നമ്മുടെ ചിലവിനെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ചിലവ് നടത്തുന്നതിൻ്റെ പർപ്പസ് എന്താണോ, ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ് ഓഫ് എക്സ്പെൻഡിച്ചർ വി ക്യാൻ ക്ലാസിഫൈ ദ എക്സ്പെൻഡിച്ചർ ഇൻ ടു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. Capital expenditure means the amount spent on acquisition of an asset or for increasing the value of an asset or for earning capacity, increasing the earning capacity of business is termed as capital expenditure. At the same time, revenue expenditure is incurred during one accounting period for which the full benefit is obtained in the same period. ഇപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നു, അല്ലെ ഒരു അസറ്റിൻ്റെ വാല്യൂ കൂട്ടുന്നു, അല്ലെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ വാല്യൂ കൂട്ടുന്നു, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന ആ ഒരു തുകയാണ്
നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഫേമിൻ്റെ ഒരു ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന തുകയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. The benefit of revenue expenditure, we will receive the benefit of a revenue expenditure in the same accounting period itself. നമ്മുടെ ആ പർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ നമുക്ക് അതിൻ്റെ റവന്യൂ റിസീവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ലാൻഡ്, ഒരു ലാൻഡ് പർച്ചേസ് ചെയ്തു, അതിന് കൊടുത്ത തുക എക്സ്പെൻസ്. ബിൽഡിംഗ് പർച്ചേസ് ചെയ്തു, ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ എല്ലാം തുകയെ നമ്മൾ അതിനൊക്കെ വേണ്ടി ചിലവാക്കിയ ആ ഒരു വലിയ എമൗണ്ടിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അത് ഒരു പ്രത്യേകത ഉണ്ട് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്. ഒരു ഡെയിലി റൊട്ടീനിൽ ഒരിക്കലും ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടക്കത്തില്ല. ഇതിനൊരു ആവർത്തന സ്വഭാവമില്ല. നമ്മൾ നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ യൂസ് ഫോർ 10 years ഓർ 50 years. നമ്മുടെ ബിസിനസ് പോകുന്ന അത്രയും കാലം ചിലപ്പോൾ നമ്മളിത് ഉപയോഗിക്കും. സോ there is no repetitive action or repetitive nature in capital expenditure. But in the case of revenue expenditure, rent paid, salary paid, advertisement, stationery expense, ഇതെല്ലാം റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഇതിനെല്ലാം ആവർത്തന സ്വഭാവമുണ്ട്. അതിൻ്റെ എല്ലാം ബെനിഫിറ്റ് നമ്മൾ ആ അക്കൗണ്ടിങ് ഇയറിൽ തന്നെ റിസീവും ചെയ്യുന്നുണ്ട്. റെൻ്റ് എല്ലാ മാസവും കൊടുക്കണം, സാലറി എല്ലാ മാസവും കൊടുക്കണം. സ്റ്റേഷനറി ഐറ്റംസ് ചിലപ്പം we need to purchase on daily basis or weekly basis. സോ അതിനെല്ലാം നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അപ്പോൾ ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരു ആവർത്തന സ്വഭാവമുള്ള ചിലവല്ല. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് എ റെപ്പറ്റേറ്റീവ് നേച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ ഒരു ആവർത്തന സ്വഭാവം അതിന് ഉണ്ടായിരിക്കും. The other two terms is capital receipt and revenue receipt. ഇതും നമുക്ക് ഒന്ന് മനസ്സിലാക്കി പഠിച്ചു പോവാം. റെസീപ്റ്റ് എന്താണെന്നറിയാം. നമുക്ക് കിട്ടുന്ന, നമ്മൾ റിസീവ് ചെയ്യുന്ന ആ തുകയാണ് റെസീപ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? അത് ക്യാപിറ്റൽ റെസീപ്റ്റും ആവാം, റവന്യൂ റെസീപ്റ്റും ആവാം. ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലപ്പോഴും ഒക്കെ ആ ഒരു തുക നമുക്ക് കിട്ടത്തുള്ളൂ, എന്നും കിട്ടത്തില്ല, ആവർത്തന സ്വഭാവം ഇല്ല. റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുമ്പം ആവർത്തന സ്വഭാവം, റൊട്ടേഷൻ നേച്ചർ ഉണ്ടായിരിക്കും. നമുക്ക് ഡെയിലി ബേസിസിലോ വീക്ക്ലി ബേസിസിലോ അല്ലെങ്കിൽ എല്ലാ വർഷവും നമ്മൾ റിസീവ് ചെയ്ത തുകയാണ് റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും പോലെ തന്നെ ഇതിനും ആവർത്തന സ്വഭാവമുണ്ട്, ക്യാപിറ്റൽ റെസീപ്റ്റും റവന്യൂ റെസീപ്റ്റും. It is an amount received on account of capital introduced to the business, sale proceeds of fixed asset. Receipt on account of loans are examples for capital receipt. This receipt do not affect the trading and profit and loss account. നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ക്യാപിറ്റൽ റെസീപ്റ്റ് ഉൾപ്പെടുത്തുന്നില്ല. നമ്മൾ അതിന് പകരം നമ്മളുടെ ബിസിനസ്സിലേക്ക് നമ്മുടെ ഫിക്സ്ഡ് അസറ്റ് വിറ്റു, ഫിക്സ്ഡ് അസറ്റ് മേടിച്ച് ഔട്ട്ഡേറ്റഡ് ആയാൽ നമ്മൾ വിൽക്കും. പക്ഷെ അത് എന്നും നടക്കുന്ന ഒരു സെയിലാണോ? അത് നമ്മുടെ ഡെയിലി ബേസിസിൽ നടക്കുന്ന കച്ചവടം അല്ലല്ലോ അത്. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് നമ്മുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിനൊരു ആവർത്തന സ്വഭാവമില്ല. അല്ലെങ്കിൽ നമ്മളൊരു ലോൺ എടുത്തു, ആ ലോണിൻ്റെ പൈസ നമുക്ക് കിട്ടി. ലോൺ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മൾ ലോൺ എടുക്കാറില്ല. വല്ലപ്പോഴും ആ ഒരു റെസീപ്റ്റ് നമുക്ക് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറയും. Amount received during the course of trading operation are called revenue receipt. നമുക്ക് ഡെയിലി ബേസിസിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എന്താണോ ആ ഡെയിലി റൊട്ടീൻ അനുസരിച്ച് നമുക്ക് എന്തൊക്കെ പൈസ എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ അതിനെല്ലാം നമ്മൾ റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് എ റെപ്പറ്റേറ്റീവ് നേച്ചർ, അല്ലേ? സെയിൽ ഓഫ് ഗുഡ്സ് വിറ്റു, പൈസ കിട്ടി, ഇറ്റ്സ് എ റവന്യൂ റെസീപ്റ്റ്. റെന്റ് റെസീപ്റ്റ് or interest received from on monthly basis from our bank deposits, it's a revenue receipt. ഇതെല്ലാം റവന്യൂ റെസീപ്റ്റിൻ്റെ എക്സാമ്പിൾ ആണ്. ഇറ്റ് ഈസ് യൂഷ്വലി ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഈ റവന്യൂ റെസീപ്റ്റ് ക്രെഡിറ്റ് ചെയ്യും. ക്രെഡിറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, ഡെബിറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണെന്നൊക്കെ ഉള്ളത് വി വിൽ ഡിസ്കസ് ഇൻ ലേറ്റർ ക്ലാസ്സസ്. സോ അപ്പോൾ ഓർത്തിരിക്കുക, ക്യാപിറ്റൽ റെസീപ്റ്റും റവന്യൂ റെസീപ്റ്റും ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം.
റെസിപ്റ്റിന് ആവർത്തന സ്വഭാവം ഉണ്ടെങ്കിൽ അതിനെ റവന്യൂ റെസിപ്റ്റ് എന്നും വല്ലപ്പോഴും കിട്ടുന്ന റെസിപ്റ്റ് ആണെങ്കിൽ അതിനെ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്നും പറയും. ഇനി കുറച്ച് ടേംസും കൂടി ഉണ്ട്. ക്യാപിറ്റൽ ലോസ്, റവന്യൂ ലോസ്. അപ്പം ലോസ് എന്ന് പറയുന്നത് നമുക്കൊരു നഷ്ടമാണ് ലോസ്, അത് നമ്മൾ പഠിച്ചായിരുന്നു ഇല്ലേ? നമുക്കുണ്ടാവുന്ന ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു നഷ്ടത്തിനെയാണ് ലോസ് എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ലോസ് ഉണ്ടാവുന്നത് പറഞ്ഞേ? ഇഫ് ദ എക്സ്പെൻസസ് ഈസ് മോർ ദാൻ റവന്യൂസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ലോസ്. ഇറ്റ് ഈസ് ദ ലോ. അപ്പോൾ ക്യാപിറ്റൽ ലോസ് എന്താണെന്ന് നോക്കിയേ. It is loss arising on raising capital for a business or loss arising on acquisition of a business or on sale of fixed asset. നമ്മളൊരു ബിസിനസ് മേടിക്കുകയോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫണ്ട് റേസ് ചെയ്ത സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ ഫിക്സ്ഡ് അസറ്റ് വിൽക്കുന്ന സമയത്തോ ഒക്കെ ഉണ്ടാവുന്ന ഒരു നഷ്ടത്തിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ വല്ലപ്പോഴും ഈ ക്യാപിറ്റൽ ലോസ് ഉണ്ടാകത്തുള്ളൂ, എപ്പോഴും ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അത് ഓരോ ഫേമിൻ്റെ നേച്ചറിനെ ആസ്പദമാക്കിയിരിക്കും ക്യാപിറ്റൽ ലോസും റവന്യൂ ലോസും. റവന്യൂ ലോസ് എന്ന് പറയുമ്പം ലോസ് ഡ്യൂ ടു ദി ഡേ ടു ഡേ ഫങ്ഷനിങ് ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ ഡെയിലി റൊട്ടീൻ നടക്കുന്നതനുസരിച്ച്, ഡേ ടു ഡേ ഓപ്പറേഷൻ അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് റവന്യൂ ലോസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലോസ് അറൈസിങ് ഇൻ ദ പ്രോസസ് ഓഫ് ഏർണിംഗ് റവന്യൂ. റവന്യൂ ഏൺ ചെയ്യുന്ന നമ്മുടെ ഡെയിലി റൊട്ടീനിൽ എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് റവന്യൂ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, ക്യാപിറ്റൽ ലോസും റവന്യൂ ലോസും ആവർത്തിച്ച് ലോസ്, അതായത് നമുക്ക് ഡെയിലി റൊട്ടീനിൽ നമുക്ക് ലോസ് വരുവാണെങ്കിൽ അതിനെയാണ് റവന്യൂ ലോസ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാവാൻ സാധ്യതയില്ല കേട്ടോ. എപ്പോഴെന്ന് പറഞ്ഞാൽ ലോസ് എപ്പോഴും ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത്. ഫോർ എ ബിസിനസ് ഓർ ലോസ് അറൈസിങ് ഓൺ അക്വസിഷൻ ഓഫ് എ ബിസിനസ് ഓർ ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് സെയിൽ ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ആ വല്ലപ്പോഴും ഉണ്ടാകുന്ന ലോസിനെയാണ് ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത്. ഡെയിലി റൊട്ടീനിൽ ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് റവന്യൂ ലോസ് എന്ന് പറയുന്നത്. അടുത്ത രണ്ട് ടേം എന്ന് പറയുന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റും. ഇതൊന്ന് ഓർത്തിരിക്കുക. പ്രോഫിറ്റ് നമുക്ക് ഡെയിലി ബേസിസിൽ പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ അതിനെ റവന്യൂ പ്രോഫിറ്റ് എന്നും, വല്ലപ്പോഴും ഒരു പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ അതിനെ ക്യാപിറ്റൽ പ്രോഫിറ്റ്, അതായത് നമ്മുടെ കുറച്ച് ട്രാൻസാക്ഷൻ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നു, അതിനകത്ത് പ്രോഫിറ്റ് കിട്ടി, അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് അസറ്റ് സെല്ല് ചെയ്തു, അതിനകത്ത് കുറച്ച് പ്രോഫിറ്റ് കിട്ടി, അങ്ങനെയൊക്കെ കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ പ്രീമിയം കൂടുതൽ കിട്ടി നമുക്ക്, അതൊരു ക്യാപിറ്റൽ പ്രോഫിറ്റാണ്. റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഡേ ടു ഡേ ഫങ്ഷനിങ് അനുസരിച്ച്, ഡേ ടു ഡേ ഓപ്പറേഷനിൽ ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അത് റവന്യൂ ലോസും, ഡേ ടു ഡേ ഫങ്ഷനിങ് ഓഫ് ദി ബിസിനസ് അനുസരിച്ച് നമുക്ക് ലാഭം പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ റവന്യൂ പ്രോഫിറ്റ് എന്നും പറയുന്നു. പ്രോഫിറ്റ് ഓൺ ദി സെയിൽ ഓഫ് ഗുഡ്സ്, നമ്മുടെ ബിസിനസ്സിൻ്റെ ഗുഡ്സ് എന്താണോ അത് വിറ്റു നമുക്ക് ലാഭം കിട്ടി, ഇറ്റ് ഈസ് എ റവന്യൂ പ്രോഫിറ്റ്. അല്ലെ നമ്മുടെ സർവീസ്, റെന്റ് എ കാർ സർവീസ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, കാർ സർവീസ് അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ലാഭം കിട്ടി, പ്രോഫിറ്റ് കിട്ടി, ഇറ്റ് ഈസ് എ റവന്യൂ പ്രോഫിറ്റ് അല്ലേ. നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഡേ ടു ഡേ ഓപ്പറേഷനിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ അതിനെ റവന്യൂ പ്രോഫിറ്റ് എന്നും, ലോസ് ആണെങ്കിൽ അതിനെ റവന്യൂ ലോസ് എന്നും പറയുന്നു. അതുപോലെ നമ്മുടെ ബിസിനസ്സിൻ്റെ ദൈനംദിന ഇടപാട് അല്ലാതെ വേറെ എന്തെങ്കിലും ട്രാൻസാക്ഷൻ, സെയിലോ ട്രാൻസാക്ഷനോ നടന്നിട്ട് നമുക്ക് ലാഭം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നും, നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ക്യാപിറ്റൽ ലോസ് എന്നും പറയുന്നു. The last term, that is deferred revenue expenditure. Revenue expenditure എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. എക്സ്പെൻഡിച്ചർ ചെലവാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന തുകയാണ്, അല്ലെങ്കിൽ റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലവാക്കുന്ന എക്സ്പെൻഡിച്ചറിന് ആവർത്തന സ്വഭാവം ഉള്ള എക്സ്പെൻസിനെയാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ല, അതിൻ്റെ കൂടുതൽ ഒരു വാക്ക് കൂടെ ഉണ്ട്. വൺ മോർ അഡീഷണൽ വേർഡ് ഈസ് ദെയർ വിച്ച് ഈസ് കണക്റ്റഡ് വിത്ത് റവന്യൂ എക്സ്പെൻഡിച്ചർ, ദാറ്റ് ഈസ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. It is an expenditure in revenue nature. As the name indicates, it is an expenditure in revenue nature. Revenue nature ഉള്ള ഒരു expenditure ആണ്. But the point to be highlighted is that
the benefit of which lasts for more than one accounting period. The benefit of which lasts for more than one accounting period. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ട് ആ എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റ് ആ അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ നമ്മൾ റിസീവ് ചെയ്യുകയാണെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെന്ന് പറഞ്ഞു. സാലറി കൊടുത്തു, സാലറി നമ്മൾ ഈ മാസം കൊടുക്കുന്നത് കഴിഞ്ഞ മാസം വർക്ക് ചെയ്തതിൻ്റെ സാലറി ആയിരിക്കും. അപ്പോൾ ബെനിഫിറ്റ് നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞു. വാടക കൊടുക്കുന്നത് എങ്ങനെയാണ്? റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അതിൻ്റെയും ബെനിഫിറ്റ് നമ്മൾ ആ അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ റിസീവ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ബെനിഫിറ്റ് ആ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ മാത്രമല്ല ലഭിക്കുന്നത് ഈ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ. ദ ബെനിഫിറ്റ് ഓഫ് വിച്ച് ലാസ്റ്റസ് ഫോർ മോർ ദാൻ വൺ അക്കൗണ്ടിങ് പീരീഡ്. അപ്പം ഇപ്പോൾ ഒരു എക്സ്പെൻഡിച്ചർ നമ്മൾ ചിലവിന് വേണ്ടിയിട്ട് പൈസ കൊടുത്തു. ആ എക്സ്പെൻഡിച്ചറിൻ്റെ ഗുണം ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു അക്കൗണ്ടിങ് ഇയറിനേക്കാളും കൂടുതൽ വർഷങ്ങളിൽ മുന്നോട്ടുള്ള വർഷങ്ങളിൽ നമുക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. It is not fully written off in an accounting period during which it is incurred. ഏത് വർഷമാണോ അത് ഹാപ്പൻ ചെയ്യുന്നത്, it is not fully written off in the same accounting period which is happened. Instead of that, it will the expense amount will be transferred to the next accounting period also. അടുത്ത വരുന്ന പല അക്കൗണ്ടിങ് പീരീഡിലേക്ക് നമ്മൾ ഇതിൻ്റെ ചിലവിനെ ട്രാൻസ്ഫർ ചെയ്ത് വിടുന്നുണ്ട്. എക്സാമ്പിൾ ഫോർ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് advertisement of usually high amount or we can say cost of shifting business to a good location. These are examples for deferred revenue expenditure. ആ അഡ്വർടൈസ്മെൻറ്റിൻ്റെ എക്സാമ്പിൾ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അഡ്വർടൈസ്മെൻറ്റ് ഇറ്റ് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ, not revenue, because the benefit of advertisement will last for more than one accounting period. അപ്പോൾ ഈ ഒരു വർഷം ഇപ്പോൾ നമുക്കറിയാം ഇഷ്ടംപോലെ അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട് ഇല്ലേ? ഓരോ ബ്രാൻഡിനും അവർ ഓരോ ബ്രാൻഡ് അംബാസിഡേഴ്സിനെ വെച്ച് അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സെലിബ്രിറ്റീസ്, സ്പോർട്സ് പേഴ്സൺ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് എല്ലാവരെയും വെച്ച് കമ്പനിക്കാർ അഡ്വർടൈസ്മെൻറ്റ് ഇറക്കാറുണ്ട്. അതിനൊക്കെ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അഡ്വർടൈസിങ് ഏജൻറ്റിന് കൊടുക്കണം, ഈ സെലിബ്രിറ്റിക്ക് കൊടുക്കണം, പിന്നെ അതിൻ്റെ ഷൂട്ടിങ്, അതിൻ്റെ വർക്കുകൾ, അതിൻ്റെ ലൈറ്റ്മാൻ, അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് നല്ലൊരു എമൗണ്ട് അഡ്വർടൈസിങ് കമ്പനിക്ക് നമ്മുടെ കമ്പനി എന്താണോ അവർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ട് ചെയ്തു. ജൂണിൽ ആ അഡ്വർടൈസ്മെൻറ്റ് ടി വിയിൽ വന്നു തുടങ്ങി. അഡ്വർടൈസ്മെൻറ്റ് ടി വിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഒന്നിൽ കൂടുതൽ വർഷം കിട്ടുമോ അത് ആ ഒരു വർഷമുള്ളൂ. നമുക്കറിയാം സച്ചിൻ ടെണ്ടുൽക്കർ വലിയ ഫേമസ് ക്രിക്കറ്റ് പേഴ്സണാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ പരസ്യമാണ് നിങ്ങൾ ചെറുപ്പം തൊട്ടേ ഉപയോഗിച്ച് വരുന്ന അല്ലെ കണ്ടുവരുന്ന ഒരു പരസ്യമാണ്, ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറഞ്ഞ്. ബൂസ്റ്റിൻ്റെ ഒരു മഗ്ഗുണ്ട്. ആ മഗ്ഗ് കാണുമ്പോൾ അല്ലെ ആ ബൂസ്റ്റിൻ്റെ ബോട്ടിൽ കാണുമ്പോഴേ നമുക്ക് ആ അഡ്വർടൈസ്മെൻറ്റ് മനസ്സിൽ വരും അല്ലേ? ആ ഒരു പിക്ചർ, ടെണ്ടുൽക്കർ ആ മഗ്ഗുമായിട്ട് നിൽക്കുന്ന ആ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് വരും. അതൊരു കാലഘട്ടത്തിൽ. പിന്നെ അത് ചേഞ്ച് ചെയ്ത് വിരാട് കോഹ്ലി അങ്ങനെ ഓരോരുത്തരും മാറി മാറി അവർ അഡ്വർടൈസ്മെൻറ്റ് ആ കാലഘട്ടത്തിൻ്റെ സെലിബ്രിറ്റീനെ വെച്ച് അവർ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ ഈ പറഞ്ഞ സച്ചിൻ ടെണ്ടുൽക്കർ ആ സെലിബ്രിറ്റിയുടെ ബൂസ്റ്റിൻ്റെ ആ അഡ്വർടൈസ്മെൻറ്റിൻ്റെ പേയ്മെൻറ്റ് ചിലപ്പോൾ അവർ 1995 അല്ലെങ്കിൽ 2000 വല്ലതും ക്രിയേറ്റ് ചെയ്ത പരസ്യമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ദ അഡ്വർടൈസ്മെൻറ്റ് ഹാസ് പെയ്ഡ് ദ എമൗണ്ട് or created the advertisement in the year 2000. 2000 അവർ ആ അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തെങ്കിലും ആ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ബെനിഫിറ്റ്, അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തത് 2000 അതിൻ്റെ ബെനിഫിറ്റ് ഒന്നിൽ കൂടുതൽ വർഷം 2001, 2002, 2003 അങ്ങനെ വരും വർഷങ്ങളിലെല്ലാം റിസീവ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ആ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു
ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ടേം ഒന്ന് നോക്കിക്കേ. ഇറ്റ് ഈസ് ആൻ എക്സ്പെൻഡിച്ചർ ഇൻ റവന്യൂ നേച്ചർ ദ ബെനിഫിറ്റ് ഓഫ് വിച്ച് ലാസ്റ്റ്സ് ഫോർ മോർ ദാൻ വൺ അക്കൗണ്ടിങ് പീരിയഡ്. അതുപോലെ തന്നെ അടുത്ത എക്സാമ്പിളും കോസ്റ്റ് ഓഫ് ഷിഫ്റ്റിംഗ് ബിസിനസ് ടു എ ഗുഡ് ലൊക്കേഷൻ. നല്ലൊരു ലൊക്കേഷനിലേക്ക് നമ്മൾ നമ്മുടെ ബിസിനസ്സിനെ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ഇനീഷ്യലി നമുക്ക് കുറച്ച് ചിലവ് കോസ്റ്റ് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അത് ആ ഒരു അക്കൗണ്ടിങ് ഇയറിലെ ചിലവ് മാത്രമല്ല, ബിക്കോസ് ആ ഒരു ലൊക്കേഷൻ ഷിഫ്റ്റ് കൊണ്ട് നമുക്ക് വരും കാലഘട്ടങ്ങളിലും ബെനിഫിറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ അതും ഒരു ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. So these are the terms which I wish to teach you today. നമുക്ക് അടുത്ത ക്ലാസ് കുറച്ച് തിയറി, അതായത് ഗ്യാപ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഒരു ടേമും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഐറ്റംസും പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കണം. അത്രയും കൊണ്ട് നമ്മുടെ തിയറി ഏകദേശം ഇൻട്രൊഡക്ഷൻ തിയറി ഏകദേശം ഒക്കെ ആവും. സോ ഇന്നത്തെ ക്ലാസ് കേട്ട് നിങ്ങൾ അതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കി പഠിക്കുക and prepare the notes also. So we'll wind up the class today. Thank you.